ഹലോ, വെൽക്കം ടു ക്വിക്ക് ബൈറ്റ്. ഇന്ന് ഞാൻ ഉച്ചയൂണിന് എടുത്തേക്കുന്നത് നല്ല ചാളക്കറി. പിന്നെ ഇതൊരു ചീരയും മാങ്ങയൊക്കെ ഇട്ടുള്ളൊരു കറിയാണ്, ഒരു പുളിയായിട്ടുള്ള കറിയാണ്. അത് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ചീര തോരൻ വെക്കുന്നതിന് പകരം ഒരു ഗ്രേവി ടൈപ്പിൽ മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, ഒരു പുളി ടൈപ്പ് കറിയാണ്. പ്ലസ് അതിൻ്റെ കൂടെ മീൻ കറിയുണ്ട്, ചാളക്കറിയാണ്, നമ്മുടെ സാധാരണ മത്തി. അത് നല്ല പുളിയൊക്കെ ഇട്ട് വെച്ചാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പുളിയും കൂടി കൂടുമ്പോഴത്തേക്കും നല്ല പുളിയാണ്, മൊത്തത്തിൽ ഒരു പുളി ടേസ്റ്റാണ്. പിന്നെ നമുക്കുള്ളത് കുറച്ച് പയർ തോരൻ്റെ കൂടെ നമ്മുടെ ചാള, നമ്മൾ നോർമലി കറി വെക്കുന്ന പുളിയിട്ടുള്ള കറിയും കൂടെ ചാളയുടെ ഒരു ഫ്രൈയും ഉണ്ട്. അപ്പോൾ അതും കൂടി കൂടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്. ഇത് ക്യാബേജും പ്ലസ് മറ്റേ നമ്മുടെ ക്യാരറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കറിയാണ്. അപ്പോൾ അത് കൂടി ഇതിൻ്റെ ഇടയിൽ ചേർക്കുമ്പോൾ ഒന്ന് ഡൈല്യൂട്ടായിട്ട് വരും. ഇത് നമ്മുടെ മെയിൻ ആശാൻ, അതായത് ചാള ഫ്രൈ. അത് നല്ല വെളിച്ചെണ്ണയിൽ മസാലയൊക്കെ പുരട്ടി, വേറെ ഒന്നും ഇട്ടിട്ടില്ല, മസാല ജസ്റ്റ് ഒരു മസാലയും പിന്നെ വെളിച്ചെണ്ണയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ട് എനിക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല, ഓഫീസിൽ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകിട്ട് ഞാൻ വന്നപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഈ കറികളെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൺട്രോൾ പോയി. ചീരക്കറിയും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും തോരനും പയറും എല്ലാം കൂടി നമ്മളങ്ങോട്ട് ടെംപ്റ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ പിന്നെ ഒരു പിടി പിടിച്ചേക്കാമെന്ന് ഓർത്തിട്ട് എല്ലാം കൂടി അങ്ങ് പിടിച്ചു. ആഹാ, ഡയറ്റൊക്കെ തെറ്റിയതിൻ്റെ ഒരു വല്ലാത്ത ഫീലും കൂടെ ഒരു സംതൃപ്തിയും. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.